രാവിലെ എണീറ്റ് നിർത്താത്ത മഴ പെയ്യായിരുന്നേ. അതിന്റെ കൂടെ തന്നെ നല്ല തണുപ്പും കാറ്റുമായിരുന്നു കേട്ടോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചയ്ക്ക് കറി വെക്കാനുള്ള പണി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇന്ന് മുട്ടക്കറിയാണ് കേട്ടോ വെക്കാനായിട്ട് പോകുന്നത്. സാധാരണ ഉപ്പിട്ട് വേവിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ തൊലിയൊക്കെ എടുക്കാൻ പറ്റും. പക്ഷേ ഇത് പകുതി മുട്ടയെ അതിൽ തന്നെ പിടിച്ചു നിൽക്കായിരുന്നു. കുറച്ച് നേരത്തെ കഷ്ടപ്പാടിനുള്ളിൽ 2 മാത്രം കറക്റ്റായി കിട്ടിയിട്ടോ. പിന്നെ ആ കിട്ടിയ മുട്ടയും വെച്ചിട്ട് ചെറുതായിട്ട് മുളക് പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് പെരട്ടിയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു സെയിം പാനിൽ തന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളിയും കൂടി ഇട്ടിട്ട് അതൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം കുറച്ച് സ്പൈസസ് ഇടണം കേട്ടോ. എനിക്കിപ്പോൾ ഉള്ള സ്പൈസസ് ഞാൻ ഇട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്തു. എന്നിട്ട് മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, പിന്നെ കുറച്ച് ചിക്കൻ മസാല, കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പച്ചമണം പോകുന്ന വരെ ഒന്ന് ഇളക്കിയെടുക്കണം. അതിൻ്റെ കൂടെ കുറച്ച് തേങ്ങാക്കൊത്തും കൂടി ചേർത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് അതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെച്ചിരുന്നു കേട്ടോ. അങ്ങനെ അതിൻ്റെ ചൂടൊക്കെ ആറിയതിന് ശേഷം മിക്സിയിലിട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ തന്നെ അടിച്ചെടുത്ത് മാറ്റി വെച്ചിരുന്നു. എന്നിട്ട് ഒരു പാൻ എടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് കടുക് പൊട്ടിച്ചതിന് ശേഷം വലിയുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് 2 പൊട്ടേറ്റോ എടുത്തിട്ടുണ്ട്, ചെറിയ സൈസിലുള്ളത്. അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ആ തേങ്ങയുടെ മിക്സ് ഒഴിച്ചിട്ട് ആവശ്യത്തിന് കുറച്ചുകൂടി വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇതൊക്കെ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് എൻ്റെ മൊബൈലിൽ എന്തോ ഒരു ബാധകേറിയ അവസ്ഥയായിരുന്നു. മഴയായതുകൊണ്ട് തന്നെ അത്ര വെളിച്ചമുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഫ്ലാഷ് ലൈറ്റ് ഓൺ ആക്കി എടുക്കായിരുന്നു. അതാണെങ്കിൽ തന്നെ ഓഫായി പോവായിരുന്നു. എന്താണ് സംഭവം എന്ന് അറിയണ്ടായിരുന്നില്ല. അവസാനം മുട്ട ആഡ് ചെയ്തിട്ട് കുറച്ച് കറിവേപ്പിലും കൂടി തൂക്കി കൊടുത്താൽ നമ്മുടെ കറി റെഡി ആയിട്ടോ. കാരണം നല്ല ചൂട് ചോറുടെ കൂടെ ഈ ഒരു കറി മാത്രം മതി കേട്ടോ. വേറെ ഉപ്പേരുടെ ഒന്നിൻ്റെ ആവശ്യം വരുന്നുണ്ടാവില്ല. നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ശരി, പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.